ഹേ ഗായ്സ്, ഇന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആട്ടോ. എൻ്റെ 4 വർഷത്തെ BSc നഴ്സിംഗ് ഡിഗ്രി കംപ്ലീറ്റായി. ഇന്ന് എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. അങ്ങനെ രാവിലെ തന്നെ പാർലറിൽ പോയി ഡ്രേപ്പിങ്ങും ഒരു ലൈറ്റ് മേക്കപ്പും ഒക്കെ ചെയ്തായിരുന്നു. 12:30 എത്താൻ പറഞ്ഞ കോളേജിൽ ഞാൻ എത്തിയത് ഓൾമോസ്റ്റ് ഒരു 1 hour ആയപ്പോഴാണ് കേട്ടോ. എന്നപ്പോൾ തന്നെ മൾട്ടിപർപ്പസ് ഹാളിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇടാൻ പറഞ്ഞായിരുന്നു. ആകെ 26 പേരെ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഇനിയും വരാനുണ്ടായിരുന്നേ. നമുക്കൊരു 6 month ലാഗ് ഉണ്ട്, കാരണം നമ്മളെ ക്ലാസ് തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു കോവിഡ് ടൈമിലാണ്. പക്ഷേ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്ര പെട്ടെന്ന് എല്ലാം കഴിഞ്ഞല്ലോ എന്ന്. ഫസ്റ്റ് ഇയർ ഫുൾ ഓൺലൈൻ ക്ലാസ്സിൽ പോയി, സെക്കൻഡ് ഇയർ മാത്രം കുറച്ച് കൂടുതലായിട്ട് തോന്നി, തേർഡ് ഇയർ വെറും 6 മാസം കൊണ്ട് പോയി, ഫോർത്ത് ഇയർ ടക്കനെ പോയി 1 വർഷം കൊണ്ട്. എനിക്ക് വെച്ച് ഫ്രണ്ട്സൊക്കെ വന്ന് അവർക്ക് ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ കണ്ട ഒരു വക്കീലിൻ്റെ ലുക്കുണ്ട്, പക്ഷേ വക്കീലല്ല കേട്ടോ, നേഴ്സാണേ. ഈ ഉടുപ്പ് എങ്ങനെ ഇടണമെന്ന് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ശരിയാക്കി ഞാൻ. എന്നിട്ട് അവിടെ കൂടെ നിന്ന ഫ്രണ്ടിന് ഞാൻ ഇടാനായിട്ടൊന്ന് ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നേ. സത്യം ഞാൻ ഫംഗ്ഷൻ എത്ര മണിക്ക് തുടങ്ങുന്നുള്ളൊന്നും ഒരു ഐഡിയ നമുക്കില്ലായിരുന്നു. 12:30 എത്താൻ പറഞ്ഞു, അതിപ്പോൾ 1 മണിക്കെങ്കിൽ ഞാൻ എത്തി. ബാക്കിയുള്ളവർ 2:30 എത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് ആ ഡ്രസ്സെല്ലാം ഇട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ തൊപ്പിയൊക്കെ വെക്കാനായിരുന്നു പാട്. ആ തൊപ്പി എനിക്കതറിയത്തില്ല അറിയത്തില്ല അത് എങ്ങനെയായിരുന്നു ആ സൈഡ് വെച്ച് തിരിച്ച് വെക്കേണ്ടതെന്ന്. എന്തോ റൈറ്റ് സൈഡിൽ ആദ്യം ഇടണം, പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ടാക്കണം, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് എല്ലാ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നിനും സമയം കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ റോൾ നമ്പർ വൈസാണ് നമ്മുടെ അറേഞ്ച് ചെയ്തത്. എൻ്റെ പേര് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇരുന്നതും നിന്നതും ഒക്കെ ലാസ്റ്റ് ആയിരുന്നു. അറേഞ്ച്മെൻറ്റ്സിന് ശേഷം നമ്മളെല്ലാം നടന്ന് സ്റ്റേജിൽ പോയി അവിടെ ഇരുന്നായിരുന്നേ. വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പ്രോഗ്രാം സ്റ്റാർട്ടായി. ഫസ്റ്റ് തന്നെ പ്രെയർ ആയിരുന്നു. പ്രെയർ കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ മാം വെൽക്കം സ്പീച്ചൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനോഗ്രേഷൻ സെറമണി ആയിരുന്നേ. ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് വന്ന ഒഫീഷ്യൽസ് എല്ലാം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഇപ്പോഴും എൻ്റെ റോൾ നമ്പർ ലാസ്റ്റ് ആയതുകൊണ്ട് അവസാനം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഫൈനലി എന്നെ വിളിച്ചു. എന്തോ ഒത്തിരി ഹാപ്പിയായി ആ ഒരു സ്റ്റേജിൽ നിൽക്കാനായിട്ടും നേഴ്സായിട്ട് അവിടെ നിന്ന് ഇറങ്ങാനും. പല സമയത്തും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നെക്കൊണ്ട് ഈ ഫീൽഡ് പറ്റുമോ, ഞാൻ കറക്റ്റ് പ്രൊഫഷനിലോട്ടാണോ വന്നത്. പക്ഷേ എൻ്റെ ഫാമിലി എനിക്ക് എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ ഞാൻ നിൽക്കുക. ഒത്തിരി ചിരിച്ചിട്ടും കരഞ്ഞിട്ടും ഇഷ്ടപ്പെട്ടിട്ടും ഒക്കെ കേട്ടോ ഇവിടം വരെ എത്തിയേ. ലാസ്റ്റ് പ്രൈസെല്ലാം വാങ്ങി അവിടെ സ്റ്റേജിൽ വന്നിരുന്നു. പിന്നെ മാഡംസ് സംസാരിച്ചായിരുന്നു. പിന്നെ സ്പെഷ്യൽ അവാർഡ്സ് കുറച്ച് കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വീണ്ടും മാഡംസ് എല്ലാം സംസാരിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നേ. സത്യം പറഞ്ഞാൽ ഇതൊരു ഇൻകംപ്ലീറ്റ് ഫ്രെയിമാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊന്നും ഗ്രാജുവേഷൻ സെറമണി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഓൺ ദി സ്പോട്ട് കൊറിയോ ചെയ്തിട്ട് ഒരു റീൽ എടുപ്പായിരുന്നു. ആരും ഒരേപോലെയൊന്നും അല്ല കളിക്കുന്നത്, എന്നാലും നമ്മളുടെ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഒരിക്കലും ഇതേപോലെ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു യാഥാർത്ഥ്യം ഭയങ്കര ഒരു വിഷമം തോന്നുന്നൊരു കാര്യമായിരുന്നു. വീഡിയോസൊന്നും അധികം എനിക്കായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ കിട്ടുന്ന വീഡിയോ ഉള്ളൂ. ഇത് പാവം എൻ്റെ അമ്മ സൂം ചെയ്തെടുത്തതാണ്. അല്ലാതെ വീഡിയോ ഒന്നും കിട്ടിയില്ല, സമയവും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ തിരക്കിലായിപ്പോയി. അങ്ങനെ ഗ്രാജുവേഷൻ സെറമണി എല്ലാം കഴിഞ്ഞ് ഞാൻ ആ കോളേജിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. ഇനി ഇവിടേക്ക് സ്റ്റുഡൻ്റായിട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ. ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഫുഡും കഴിക്കാത്തതുകൊണ്ട് ഞാനും വീട്ടുകാരും കൂടെ ഒരു കടയിൽ പോയി പിന്നെ ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.